പടവെട്ടിക്കുന്ന്, നിങ്ങൾ അതുപോലെ തന്നെ പടവെട്ടിക്കുന്നിൻ്റെ കാര്യം പറഞ്ഞു. ഒരു മഴ പെയ്താൽ പടവെട്ടിക്കുന്നുകാർ ഏതിലേ പോകും? ഇപ്പോൾ അവർ പോകേണ്ടത് ഈ സൈഡിലൂടെ പുതിയ താൽക്കാലിക വഴി ഉണ്ടാക്കി അതിൽ തന്നെ ഒരു വീട് വിജി എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്, ബാല്യകാല സുഹൃത്ത് വിജി. അദ്ദേഹം മൈസൂരിൽ ഒരു ജിംനേഷ്യം നടത്തുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ജനിച്ചു വളർന്ന ഇവിടെയാണ്. ഇവിടെ അദ്ദേഹം വീട് വാങ്ങിച്ചു, സ്ഥലം വാങ്ങി, പേഴ്സണൽ സ്ഥലം വാങ്ങിച്ചു, തറ ഇട്ടു, വീട് നിർമ്മാണത്തിലുള്ള പ്രവൃത്തികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പറമ്പിലൂടെയാണ് ഇപ്പോൾ വഴി പോകുന്നത്. പക്ഷേ അദ്ദേഹം ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല. അദ്ദേഹം അവകാശിയാണ്. ഇവർ പറയുന്ന അയാൾ മൈസൂരിലാണ് താമസം. അപ്പോൾ അങ്ങനെയാണ് ഗൾഫിലാണ് ഒരാൾ ജോലിക്ക് പോയതെങ്കിൽ ഇവിടെ അയാളുടെ വീട് നഷ്ടപ്പെട്ട അയാൾക്ക് കൊടുക്കണ്ടേ? അപ്പോൾ ഈ പടവെട്ടിക്കുന്നുകാർ അനുഭവിക്കുന്നത് നാളെ അയാൾ പറയുന്നത് എനിക്ക് ഇല്ലെങ്കിൽ വേണ്ട, എൻ്റെ സ്ഥലത്ത് ഞാൻ വെയിൽ കെട്ടാന്ന്. അതിലെ ഒരു വഴി നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയാം. പടവെട്ടിക്കുന്നിലേക്ക് ഒരു വഴി സുരക്ഷിതമായിട്ട് മഴക്കാലത്തും എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിൽ ഒരു വഴി നിർമ്മിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അവർ ഉൾപ്പെടണ്ടേ? അവിടേക്ക് റോഡിന് നീക്കിവെച്ച തുക, മറ്റ് പാലങ്ങൾക്ക് നീക്കിവെച്ച തുക ഉണ്ടെങ്കിൽ ഈ 23 കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാം.